ഇന്നത്തെ റെസിപ്പി മുരിങ്ങയില പരിപ്പ് കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. സാമ്പാറൊക്കെ വെക്കാൻ എടുക്കുന്ന പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പൊടിച്ച ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയില. ഞാനിവിടെ 2 തണ്ട് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയില ഇല്ലെങ്കിൽ ചീര ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം ചെറു തീയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നന്നായി തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇട്ട് വറ്റിക്കരുത്, കുറച്ച് വെള്ളം പോലെ ഇരിക്കണം. അതാണ് നല്ലൊരു ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കുറുകും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കാവുന്നതാണ്. ഞാനിവിടെ കറിവേപ്പില ചേർക്കുന്നില്ല, കാരണം മുരിങ്ങയില ചേർത്തത് കൊണ്ടാണ് കറിവേപ്പില ചേർക്കാത്തത്. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒറ്റൊരു കറി മാത്രം മതിയാകും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.